എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നമുക്കെല്ലാം കണ്ടു വിശ്വസിക്കാൻ താല്പര്യമുള്ളവരാണ് നമ്മളെല്ലാം. ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാം കണ്ടു വിശ്വസിക്കാൻ തയ്യാറുള്ളവരാണ്. പക്ഷെ വചനം പറയുന്നു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. തോമസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ വിലാവിൽ തൊട്ടിട്ടല്ലാതെ, ആ മുറിവിൽ വിരൽ തൊട്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. നല്ല കാര്യം. അതുകൊണ്ട് നല്ലൊരു ചൂടടയാളത്തോട് ഇന്ത്യയിൽ വരാൻ കഴിഞ്ഞു. പക്ഷെ ദൈവം പറഞ്ഞു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. തോമസ്, നീ കണ്ടാ വിശ്വസിച്ച്, കാണാതെ വിശ്വസിച്ചവർ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, വിശ്വാസം അതുപോലെയാണ്. ആത്മമണ്ഡലത്തിൽ നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ പൂർത്തീകരണം നടന്നു കഴിഞ്ഞു. ദൈവം അബ്രഹാമിനോട് ഇസ്ഹാക്കിനെ വാഗ്ദത്തം ചെയ്യുമ്പോൾ ഇസ്ഹാക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ആ ദൈവത്തിൻ്റെ ആത്മമണ്ഡലത്തിൽ അതിൻ്റെ സൃഷ്ടി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. താനത് വിശ്വാസത്താൽ റിലീസ് ചെയ്യണം. ഏലിയാവ് കൈപ്പത്തി പോലുള്ള മേഘം കാണുന്നെന്ന് താൻ പറഞ്ഞപ്പോൾ, അതിനു മുമ്പ് മഴയുടെ മുഴക്കം കേട്ടു എന്ന് താൻ പറയുമ്പോൾ തനിക്കറിയാൻ ചുമ്മാതെ ഇങ്ങനെ കൈപ്പത്തി വരത്തില്ല. താൻ 7 പ്രാവശ്യം തൻ്റെ തല മുട്ടിനിടയിൽ കൊണ്ടുവന്ന് താൻ പ്രാർത്ഥിച്ചു. എങ്ങനെയുള്ള പ്രാർത്ഥനയാണെന്ന് എനിക്കറിയത്തില്ല. താനെ പ്രാർത്ഥിച്ചു. ഓരോ പ്രാവശ്യം ബാല്യക്കാരനെ വിടുമ്പോൾ നിരാശയാൻ, ഒന്നും കാണുന്നില്ല, സീയിങ് നത്തിങ്. പിന്നെ പറഞ്ഞു, ഗോ ആൻഡ് വാച്ച് അഗൈൻ. അന്നേരം അവൻ പറഞ്ഞു, ഒടുവിൽ വന്ന് പറഞ്ഞു, കൈപ്പത്തി പോലുള്ളൊരു മേഘം. അപ്പം ആത്മമണ്ഡലത്തിൽ നിന്ന് വിശ്വാസം എന്നത് കാണുന്നില്ല, പക്ഷെ അവിടെ ഉണ്ട്. അത് കൊണ്ടുവരുന്നത് വിശ്വാസത്താലും പ്രാർത്ഥനയാലും ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിലുമാണ്. വിശ്വാസം കൊണ്ട് റിലീസ് ചെയ്യാൻ കഴിയും. എങ്ങനെ വിശ്വാസം? കർത്താവെ നീ അത് ഒരുക്കിയിട്ടുണ്ട്. അതാ വചനം പറഞ്ഞ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അത് ഒരുക്കിയിരിക്കുന്ന, പ്രിപ്പയർഡെന്ന്. ഇങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്, ഇറ്റ് വിൽ പ്രിപ്പയർ എന്നല്ല, ഇറ്റ്സ് ഓൾറെഡി ബീങ് പ്രിപ്പയർഡ്. അത് ഒരുക്കിക്കഴിഞ്ഞു യേശുവിൻ്റെ മരണപുനരുത്ഥാനത്തിലൂടെ. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുമോ? അത് വരട്ടെ. ദൈവമേ, ലോകസ്ഥാപനത്തിന് മുമ്പേ, ഈ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ ഞാൻ നിന്നിലായിരുന്നല്ലോ. ക്ഷണിക ലോകത്തേക്ക് ഞാൻ വന്നിരിക്കുക. എന്നെക്കുറിച്ചുള്ള പദ്ധതികൾ, പ്ലാനിങ്ങുകൾ, ദൈവമേ നീ അത് പൂർത്തീകരിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം അത് ചെയ്യും. ദൈവം പെട്ടെന്ന്, അയ്യോ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഞാൻ നോക്കട്ടെന്ന് ഫയലെടുത്ത് നോക്കുന്നവർ നോക്കും ദൈവമല്ല. ബൈബിൾ വെരി ക്ലിയർലി സേസ് ഹി ഈസ് ബിഗിനിങ് ആൻഡ് എൻഡ്, അൽഫ ആൻഡ് ഒമേഗ. ദൈവത്തിനെല്ലാം അറിയാം. വരുവാനിരിക്കുന്ന കോടി വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങളും പുറമോട്ട് താളുകളും മറിച്ചാൽ ഇതെല്ലാം ദൈവം കാണുന്നൊരു ദൈവം. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗുകൊണ്ട് ഏറ്റു പറഞ്ഞോണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗുകൊണ്ട് ഏറ്റു പറഞ്ഞോണം. അല്ലാതെ ചിലർ പറയും, എനിക്ക് നല്ല വിശ്വാസം, പക്ഷേ ഹൃദയത്തിലിരിക്കുക. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗുകൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് വിടുതൽ നടക്കുന്നത്. 2 പേരുടെ വാമൊഴികളാലാണ് ഒരു കാര്യം നിവൃത്തിയാകുന്നത്. നമ്മുടെ ഹൃദയവും വായും കൂടി ഒരുമിച്ചുകൊണ്ട് സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഭൗതിക മണ്ഡലത്തിലേക്ക് വെളിപ്പെട്ട് വരും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.